സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. നോവലിസ്റ്റ് UK കുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജാവേ, ഞങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ഈ കുട്ടികളോട് ചോദിക്കാം. അങ്ങയുടെ മക്കളാണിത്. ബുദ്ധിമാന്യന്മാർ സംഭവിച്ച് മാറ്റി നിർത്തിയിരുന്ന ഈ കുട്ടികളാണ് ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ രാജസദസ്സിലെ ഓരോരുത്തരും ഈ കുട്ടികൾക്ക് ബുദ്ധിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി ആ കുട്ടികൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു മരുന്നാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത് ചോദിച്ചു. അപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ച് പറഞ്ഞു, ഞാൻ മരുന്നൊന്നും കൊടുത്തില്ല. പകരം ഞാൻ ആ കുട്ടികൾക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തു തരം കഥകൾ? മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് കേട്ടാണ് കുട്ടികൾക്ക് ഇത്രമാത്രം ബുദ്ധി ഉണ്ടായത് എന്ന് അയാൾ രാജാവിനോട് പറയുകയുണ്ടായി. അന്ന് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥകളാണ് പിൽക്കാലത്ത് നമ്മളൊക്കെ ഇന്ന് വായിക്കാൻ കഴിയുന്ന പഞ്ചതന്ത്രം കഥകൾ നിങ്ങൾ പറയണം, മനസ്സിലാക്കണം. അത് പറയാൻ കാരണം പലപ്പോഴും നമ്മളൊക്കെ തന്നെ കരുതും നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ധാരാളം ബുദ്ധിമാന്മാരായി വളരണം. സ്വാഭാവികമായും അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതൊക്കെ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മറക്കുന്നൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ കവിത, കഥ ഒക്കെ പറഞ്ഞാൽ അതൊരു അനാവശ്യ കാര്യമാണ്, അതൊന്നും വായിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചില നിലപാടിലേക്ക് പല രക്ഷിതാക്കളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധി ഉണ്ടായാൽ മാത്രം മതി. മറിച്ച് അത്തരം കാര്യങ്ങൾ കഥകളോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എഴുതുന്ന കഥകളോ കവിതകളൊന്നും വായിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചെറിയ ധാരണ പല രക്ഷിതാക്കൾക്കും പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം, നമുക്ക് ധാരാളം ബുദ്ധിമാന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഓരോ സ്പന്ദനവും സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, മുമ്പത്തെ പോലെയല്ല സമൂഹം ഇന്ന്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള അക്രമ സംഭവങ്ങൾ മുമ്പൊന്നും തന്നെ ഇതുപോലെ ഒരിടത്ത് നടന്നിട്ടില്ല. ഇന്ന് പലയിടത്തും, അത് താമരശ്ശേരിയായാൽ പോലും, ബാലുശ്ശേരിയാണെങ്കിൽ പോലും, തലശ്ശേരിയാണെങ്കിൽ പോലും, കായംകുളത്താണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ നിസ്സാരമായ കാര്യം പറഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒരേ ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റുമുട്ടുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഏറ്റുമുട്ടുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ സരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടീച്ചർ നൈസി മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. AEO VK സുനിൽ ലാലി ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകി. എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ മെജീഷ്യൻ ഇലോഷ സനീഷിന് മൊമെന്റോ വിതരണം ചെയ്തു. ഫാദർ ഡെനി മോസസ്, മനോജ് PP, വാർഡ് കൗൺസിലർ ബിജിൽ കുമാർ എന്നിവർ സംസാരിച്ചു. സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ HM സിസ്റ്റർ മരിയ ചൈതന്യ, JB സ്കൂൾ ഹെഡ് മിസ്ട്രസ് മരിയ ലിൻസി, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് വിനോദൻ P, JB സ്കൂൾ PTA പ്രസിഡന്റ് സുഭാഷ് കോറോത്ത്, സെന്റ് ആന്റണീസ് EMLP സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് PV സജീവൻ, സെന്റ് ആന്റണീസ് മദർ PTA പ്രസിഡന്റ് ജസ്ലിറ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ ലീഡർ കുമാരി ശ്രീവേദ S. ഷൈബു നന്ദി പറഞ്ഞു.